ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ലീഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എക്സ്പെക്റ്റഡ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നല്ലോ ഇന്നലെ നമ്മുടെ പോസ്റ്റ് മാർക്കറ്റിൽ തമ്പനയിൽ തന്നെ ഇന്ന് ഗ്യാപ്പ് അപ്പ് ആകുമോ എന്നായിരുന്നു. കാരണം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് നല്ല രീതിയിലൊരു റിക്കവറി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മളൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്ട് ചെയ്തത്. ഗ്യാപ്പ് അപ്പ് കിട്ടി, എന്നാൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഒന്നുമല്ല, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പ്. പക്ഷെ അതിനുശേഷം നിഫ്റ്റി അതിശക്തമായ രീതിയിൽ ഒരു റാലി രേഖപ്പെടുത്തി. സെൻസെക്സ് 900 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തി 80,000 മറികടന്നു. നിഫ്റ്റി ആവട്ടെ ഏകദേശം 285 പോയിന്റ് റാലി രേഖപ്പെടുത്തി 24,766 ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ ഏകദേശം 38 കമ്പനീസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. BSE നല്ല റാലി രേഖപ്പെടുത്തി, LNTയും റിലയൻസും നല്ല റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി 50യിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് അദാനി പോർട്ട്, LNT, ഹിൻഡൽകോ, NTPC, റിലയൻസ് തുടങ്ങിയ കമ്പനീസാണ്. ടെക്കമ്മും HCL ടെക്കും, ICICI ബാങ്കും, SBIയും TCSും ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ IT കമ്പനീസ് ആ ഒരു ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു ബുള്ളിഷ്നെസ് ഇന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഇറ്റലിയെല്ലാം തന്നെ അറബ് രാജ്യങ്ങൾക്ക് അവരുടെ ഡിഫൻസ് സിസ്റ്റം അത് സഹായം എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. കൂടാതെ തന്നെ ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പുതിയ അപ്ഡേറ്റ്, ഇറാനിലുള്ള കുർദ് ജനവിഭാഗത്തിന് കൂടുതൽ പിന്തുണ കൊടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരാണ് ഈ കുർദ് വിഭാഗം? ഇറാനിൽ ഒരുപാട് നാളുകളായിട്ട് അവിടെ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് മാർച്ചുകൾ നടത്തിയ ആളുകളാണ് ഈ ഒരു കുർദ് വിഭാഗം. അപ്പോൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് അമേരിക്ക വലിയ തോതിൽ ശ്രമിക്കുന്നു. അപ്പോൾ കുർദ് വിഭാഗത്തിന് വലിയ സഹായം വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ഇറാനിൽ നിന്നുണ്ട്. സെയിം ടൈം ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അവർ ഈ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ US ഈ ഇറാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്നുള്ള ഒരു ന്യൂസും ഈ ഇറാനിൽ നിന്നുണ്ട്. ഇതാണ് ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ഉള്ളത്. ഇനി ബാക്ക് ടു നമ്മുടെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി അവസാന സമയത്ത് വളരെ ശക്തമായിട്ട് രീതിയിൽ സ്പൈക്ക് ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. രാവിലെ എല്ലാം തന്നെ ഡേ ലോ എല്ലാം തന്നെ ടെസ്റ്റ് ചെയ്ത് കൺസോൾട്ടേഷൻ ആയിരുന്നു. പക്ഷേ നിഫ്റ്റി അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയ സമയത്ത് എൻ്റയർ ഗ്ലോബൽ മാർക്കറ്റും മുന്നോട്ട് പോയിരുന്നു. അതിനുശേഷം ആണ് നിഫ്റ്റി അവസാന സമയത്ത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം, ചെറിയൊരു ഗ്യാപ്പ് അപ്പ്. അതിനുശേഷം 24,650 റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് 24,500 എന്ന് പറയുന്ന ഒരു ഡേ ലോ മൂന്നാമത്തെ തവണ ടെസ്റ്റ് ചെയ്തു. പിന്നീട് അവിടെ നിന്നൊരു ഭയങ്കര സ്പൈക്കാണ് ഉണ്ടായിട്ടുള്ളത്. 24,850 വരെ നിഫ്റ്റി ശക്തമായ രീതിയിൽ സ്പൈക്ക് ചെയ്തു. ഇതേ സമയത്ത് തന്നെ യൂറോപ്യൻ മാർക്കറ്റും US ഫ്യൂച്ചറും ശക്തമായ രീതിയിൽ മുന്നേറിയിരുന്നു. ഇതിൻ്റെ എല്ലാം തന്നെ സമയത്ത് നമ്മുടെ ടെൽ അവീവ് എക്സ്ചേഞ്ച് കഴിഞ്ഞ 5 ദിവസമായിട്ട് 5% റാലിയിലാണ് കാണാം. ടെൽ അവീവ് 5 ഡേ പെർഫോമൻസ് ആണ്, 4.78% റാലി. നിഫ്റ്റിയോ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 2.36% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ടെൽ അവീവിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ത്യൻ മാർക്കറ്റും മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റിലാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വിരോധാഭാസമായിട്ടുള്ള കാര്യം നമുക്ക് ഇതിനിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ BSE റാലി രേഖപ്പെടുത്തി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. BSEയുടെ ഒരു പുതിയ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെൻസെക്സ് നെക്സ്റ്റ് 30 എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ മന്ത്ലി കോൺട്രാക്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. LNT സ്വാഭാവികമായ രീതിയിൽ ഈ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് അവർക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അപ്പോൾ യുദ്ധത്തിന് പ്രത്യേക മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ കൂടിയും ഗ്ലോബൽ മാർക്കറ്റ് റിക്കവർ ചെയ്തപ്പോൾ LNT ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി. പിന്നെ മസഡോൺ ഡോക്സ് ബിൽഡേഴ്സ് ഇന്ന് ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്താനും കാരണം അവർക്കൊരു പുതിയ ഒരു ഓർഡർ കിട്ടിയിരുന്നു. അതായിരുന്നു പ്രധാന കാരണം. ഇനി എന്തുകൊണ്ട് റിലയൻസ്, MRPL, ചെന്ന പെട്രോളിയം തുടങ്ങിയ കമ്പനീസ് റാലി രേഖപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ, ഈ ചൈന ആണല്ലോ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. അപ്പോൾ ഹോർമസ് കടലെടുക്കൽ പ്രശ്നങ്ങൾ കാരണം ഈ ചൈനയിലേക്കുള്ള ഇറാനിൽ നിന്നുള്ള ആ ഒരു സപ്ലൈയിൽ ഡിസ്റ്റർബ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചൈന ഈ ഡീസൽ പെട്രോളിയം എക്സ്പോർട്ട് കുറയ്ക്കുമെന്നുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഡീസലിൻ്റെ വില ഇത് താൽക്കാലികമാണോ? ഡീസലിൻ്റെ വില ശക്തമായിട്ട് രീതിയിൽ ഉയരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രൂഡ് പെർ ബാരലിന് 80 രൂപയാണെങ്കിൽ ഡീസൽ പെർ ബാരലിന് $120. ക്രൂഡ് $80 പെർ ബാരലിന്. അപ്പോൾ ഈ ഫ്യൂവൽ സപ്ലൈ കുറയുമ്പോൾ ഈ
ചൈന എക്സ്പോർട്ടും കുറയുമ്പോൾ ഏഷ്യൻ മേഖലയിൽ ഡീസലിൻ്റെ വില കുറയും. അതുകൊണ്ട് തന്നെ ഈ ഡീസലിൻ്റെ റിഫൈനറി മാർജിൻ കൂടും. അപ്പോൾ ഈ മേഖലയിൽ ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് റിലയൻസ് MRPയിലും ചെന്നൈ പെട്രോളിയം കമ്പനി തുടങ്ങിയ കമ്പനീസ്. അപ്പോൾ അതാണ് ഇന്ന് ഈ സ്റ്റോക്കുകൾ മുന്നേറാനായിട്ടുള്ള കാരണം. പക്ഷേ ഇത് ലോങ് ടൈം ഇങ്ങനെയാണെങ്കിൽ ഇതേ സ്റ്റോക്കുകൾക്ക് പ്രശ്നം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ IT, ഇപ്പോൾ റുപ്പീസ് ഫോൾ ആകുമ്പോൾ IT കമ്പനീസിന് ഗുണം കിട്ടും, കാരണം അവരുടെ എക്സ്പോർട്ട് ഓർഡറിന് കൂടുതൽ ഡോളറിലാണല്ലോ പേയ്മെൻറ്റ്. പക്ഷേ ഇത് വലിയ ഒരു സ്പാനിൽ തുടർന്നാലോ സ്വാഭാവികമായിട്ട് IT കമ്പനീസിനും അത് ദോഷകരമാണെന്ന് പറയും പോലെയാണ് ഇപ്പോൾ റിലയൻസിൻ്റെയും MRPയിലെയും ചെന്നൈ പെട്രോളിയം തുടങ്ങിയ കമ്പനീസിൻ്റെ ഒരു റാലി, ഇന്നുണ്ടായ റാലി അത് താൽക്കാലികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടില്ലല്ലോ, ഗ്ലോബൽ മാർക്കറ്റ് നോക്കി വരാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $5161 പെർ ഔൺസ്, സിൽവർ കാണാം 84, ബിറ്റ്കോയിൻ $1700 ആയിട്ടുണ്ട്, ബ്രന്റ് ഓയിൽ 83 സ്പൈക്ക് ചെയ്തു, നാച്ചുറൽ ഗ്യാസും സ്പൈക്ക് ചെയ്തു. നിഫ്റ്റി നോക്കണ്ട, ഡോ ഫ്യൂച്ചർ 81 പോയിന്റ്, ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ട്, ഇപ്പം ഉണ്ടായതാണ്. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ മാർക്കറ്റൊക്കെ 1000 പോയിന്റിൻ്റെ റാലി ഉണ്ടായിരുന്നു. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് ക്രാഷ് ചെയ്തു 15%. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. വിക്സ് ക്രാഷ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രീമിയം ഇതിൽ ചെറിയൊരു മെൽറ്റിങ് നമ്മൾ കണ്ടു. ഇപ്പോൾ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്ത ഓപ്ഷൻ റൈറ്റേഴ്സിന് അതിൻ്റെ ഗുണം കിട്ടും. പക്ഷേ ഈ ഇത്ര വലിയ വിക്സ് ഉണ്ടാകുന്ന സമയത്ത് റൈറ്റേഴ്സ് എല്ലാം തന്നെ ഇത് പൊസിഷൻ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യലാണ്. പിന്നെ FISൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ FIS കാണാം, ഇന്നലെ 8752 കോടി രൂപയുടെ സെല്ലുണ്ടായിരുന്നു. അതിനു മുമ്പുള്ള ദിവസം 3295 കോടി രൂപയുടെ സെല്ലായിരുന്നു. മന്ത്ലി അടിസ്ഥാനത്തിൽ 12000 കോടി രൂപയുടെ സെല്ലുണ്ട്. പക്ഷേ DX അതിശക്തമായിട്ട് ഈ ഒരു മാസം 20000 കോടി രൂപയുടെ ബൈയിങ് ഉണ്ട്. കഴിഞ്ഞ മാസം പക്ഷേ FIS നെറ്റ് ബയേഴ്സ് ആയിരുന്നു ലാസ്റ്റ് മന്ത്. അപ്പോൾ FIS എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അനുസരിച്ച് ഇപ്പോൾ US നിന്നുള്ള US പേറോൾ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു, അത് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് US മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ടത്. അല്ലാതെ യുദ്ധം ഇപ്പോൾ ക്ഷമിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ കണ്ട 2 അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇറാനിയൻ ഡെപ്യൂട്ടി മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് അത് വളരെ ക്രൂഷ്യലാണ്. സെയിം ടൈം അപ്പോൾ അതൊരു പോസിറ്റീവാണ്. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ നെഗറ്റീവായിട്ട് പറയപ്പെടുന്ന കാര്യമാണ് എന്താണ്, ഈ കുർദ് വിഭാഗത്തിന് ഈ ട്രംപ് സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ കുർദ് വിഭാഗം അവിടുത്തെ പ്രധാന നേതാവിൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ മൊത്തം ജനങ്ങളും ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഭരണമാറ്റമൊന്നും ആഗ്രഹിക്കില്ല. സ്വാഭാവികമായ രീതിയിൽ യുദ്ധം നിൽക്കണം, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളതാകും അവിടുത്തെ ഈവൻ കുർദ് വിഭാഗത്തിൻ്റെ ജനങ്ങളുടെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ്. കാരണം യുദ്ധം വരുന്ന സമയത്ത് ഭരണമാറ്റം മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലേക്ക് വരില്ല. പക്ഷേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കുർദ് വിഭാഗം ഈ സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് വീണ്ടും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമ്പോൾ ആ ഒരു സാഹചര്യം വരാണെങ്കിൽ ഇറാനിന് കുറച്ചും കൂടി ക്രൂഷ്യലായിരിക്കും. കാരണം യുദ്ധം തന്നെ അവർ വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഈ വലിയ എതിർപ്പ് ഇറാനുണ്ട്. കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോൾ അവർ പറയുന്നത് US സേന താവളങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈവൻ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എക്കണോമിക്കലി വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, എയർവേസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര പിന്തുണ ഇറാന് കുറയുന്നുണ്ട്. USനും ഇസ്രായേലിനും ആ ഒരു പിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒബ്വിയസ്ലി ഇല്ല. പക്ഷേ ഇറാന് ആ ഒരു പിന്തുണ കുറയുന്നുണ്ട്. കാരണം UAE പോലെയുള്ള, ദുബായ് പോലെയുള്ള ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകൾ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ ജനപിന്തുണ കുറയും. അപ്പോൾ ആ ഒരു സെയിം ടൈം ഈ കുർദ് വിഭാഗത്തിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളും കൂടി ഉണ്ടാകുമ്പോൾ അവർക്ക് യുദ്ധം എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ക്രൂഷ്യലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിവേ നാളെ നമുക്ക് പ്രീ മാർക്കറ്റിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.